நமது ஜெபம் டிவியில் ഉயிருള്ള ക്രിസ്തുവൈ വെളിപ്പെടുത്തുതൽ. ഇന്നു പകൽ ക്രൈസ്റ്റ് ജനറേഷന്റെ മേൽ ആമേൻ സ്വർഗ്ഗത്തിന്റെ താക്കോൽ ഏത് പൂട്ടും തുറക്കാൻ പറ്റുന്ന, അടയപ്പെട്ട ആർക്കും തുറക്കാൻ പറ്റാത്ത വാതിലുകളെ തുറക്കാൻ കഴിയുന്ന, സ്വർഗ്ഗത്തെ തുറക്കാൻ കഴിയുന്ന ഒരു താക്കോലിനെ ഇന്ന് പകൽ കൈമാറുകയാ. ഓ இந்த பிற்பகல் கிரைஸ்ட் ஜெனரேஷன் மீது ஆமென் ஒருவருக்கும் ஆமென் ஹalleluya துறக்க முடியாதான சிலதை திறக்கக்கூடியதான ஒரு பரலோக ராஜ்யத்தினுடைய திறவுகோல் சில நபர்களுடைய மீது பரலோகம் கைமாறும். Christ Generation Ministries presents Revealing the Living Christ every Saturday at 8 p.m. Don't miss it on Jebam TV. 2023 ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ആ റിലത്തെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. 2023 ஆண்டு நாங்கள் கர்த்தரோடு கூட இருக்கும்போது கர்த்தரோட ஆவியானவர் எங்களுக்கு வெளிப்படுத்தி தந்த அந்த ஒரு ஆவிக்குரிய மண்டலத்தை தான் இந்த நாளில் உங்களோடு கூட நாங்கள் பகிர வாஞ்சிப்பது. 2024 റിലത്തെ കുറിച്ച് കേൾക്കാൻ എത്ര പേർ ആഗ്രഹത്തോടു കൂടെ വാഞ്ചയോടു കൂടെ ആയിരിക്കുന്നു? 2024 ஆண்டு இந்த ஆவிக்குரிய மண்டலத்தை குறித்து கேட்க எத்தனை பேர் ஆசையோடு வாஞ்சையோடு கூட இருக்கிறீங்க? ഞങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി അതിനെ ഡിക്ലെയർ ചെയ്യാൻ പോകുകയാണ്. நாங்கள் இப்பொழுதே இந்த ஆவிக்குரிய மண்டலத்தை உங்களுக்கு அறிக்கை பண்ண போகிறோம். 2024 the realm of മോളുടെ
അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ചില ഡെലിവറൻസുകൾ നമ്മുടെ മധ്യത്തിൽ നടക്കാൻ പോകുകയാണ്. യേശുക്രിസ്തുവിൻ നാമത്തിൽ இந்த നാളിൽ ചില വിടുതലകൾ നമ്മുടെ മധ്യത്തിൽ നടക്കാൻ പോകുന്നു. അതുകൊണ്ട് ആ നാമത്തെ എല്ലാ നാമത്തിലും മേലായി ആ നാമത്തെ ഒന്ന് ഉയർത്തി തുടങ്ങിയാട്ടെ. എല്ലാ നാമത്തിനും മേലാന அந்த നാമത്തെ ഉയർത്താറുമേ. ആ സർവശക്തന്റെ നാമത്തെ എല്ലാവരും ഒരുമിച്ചൊന്ന് യേശുവേ എന്ന് വിളിച്ചു തുടങ്ങിയാട്ടെ. സർവ വല്ലവരുടെ വല്ലമയുള്ള നാമത്തെ യേശുവേ. താങ്ക് യു ലോർഡ് ജീസസ്. കാരണം യേശുവിന്റെ നാമം എല്ലാ നാമത്തിലും മേലായ നാമമാണ്. ஏனென்றால் യേശുവിന്റെ നാമം എല്ലാ നാമത്തിനും മേലാന നാമം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അപ്പോസ്തല നടപടികൾ 3-ാമത് അധികാരം നമ്മൾ വാസിക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും ആ വാക്യം അറിയാം. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9 മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിക്കാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ ദിനംപ്രതി ഇരുത്താറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടക്കുവാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനും കൂടെ അവനെ ഉറ്റുനോക്കി, നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് അവൻ്റെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരയാണി മുറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാ. அந்த பகுதி நமக்கு எல்லாருக்கும் நன்றாக தெரிந்ததான ஒரு பகுதி. അവിടെ പറയുന്നു അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു വ്യക്തി. அப்போ அந்த பகுதியில சொல்கிறது தாயினுடைய வயிற்றில் இருந்து சப்பானியாய் பிறந்ததான ஒரு மனுஷனை அந்த இடத்துல நம்ம பார்க்கிறோம். ആ വ്യക്തി അവിടെ വർഷങ്ങളായി അവൻ എന്താ പറയുക ഭിക്ഷയ്ക്ക് വേണ്ടി ഇരിക്കുന്ന വ്യക്തിയാണ്. அந்த ஒரு மனுஷன் பல வருடங்களாக அங்க பிச்சை எடுக்கும்படியாக இருக்கிறதான ஒரு நபர். എന്നാൽ പത്രോസും യോഹന്നാനും ദൈവാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച് ദൈവാലയത്തിലേക്ക് ചെല്ലുന്ന സമയത്ത്, ஆனால் பேதுருவும் யோவானும் அங்கே பரிசுத்த ஆவியானவருடைய நிறைவை பெற்றுக்கொண்டு ദൈവാലയത്തിൽ പ്രവേശിക്കുന്നതാണ് அந்த നേരത്തിൽ. ഇതിനു മുമ്പ് പലപ്പോഴും അവർ അവിടെ ആലയത്തിൽ ചെന്നിട്ടുണ്ട്. இதுக்கு முன்பதாக பல தடவையும் இவர்கள் அதே ஆலயத்தில் போயிருக்கிறார்கள். പലപ്പോഴും ഈ വ്യക്തി ഇതിനു മുമ്പ് അവർ കണ്ടിട്ടുണ്ടായിരിക്കും. இதற்கு முன்பதாக பல தடவையும் இதே நபரை இவர்கள் பார்த்திருக்க முடியும். പലപ്പോഴായിട്ട് ഈ വ്യക്തിയെ കണ്ടിട്ടുണ്ട്. പല തടവയാക இந்த நபரை இவர்கள் பார்த்திருக்கிறார்கள். പക്ഷേ അപ്പോൾ ഒന്നും ഇവരോട് ഈ വ്യക്തിയോട് ഇങ്ങനെ സംസാരിക്കാൻ ഇവർക്ക് തോന്നിയിട്ടില്ല. ஆனால் அப்பொழுதெல்லாம் இந்த நபரோடு இவ்விதமாக பேச இவர்களுக்கு தோணவில்லை. എന്നാൽ ആത്മാവിന്റെ നിറവ് പ്രാപിച്ചിട്ട് ഇവർ ആലയത്തിലേക്ക് ചെന്നപ്പോൾ, ஆனால் ஆவியானவருடைய நிறைவை பெற்று ഇവர்கள் ആലയத்துக்கு പോനபோது, ഈ വ്യക്തി പഴയതുപോലെ അവനൊരു മാറ്റവും ഇല്ല. ഭിക്ഷ യാചിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ പറഞ്ഞൊറ്റ വാക്കാണ്, പൊന്നോ വെള്ളിയോ എൻ്റെ കരത്തിലില്ല, ഞാൻ എനിക്കുള്ളത് നിനക്ക് തരുന്നു. സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് അവനെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ஆனால் எப்போ வழக்கம் போல இந்த மனுஷன் இவர்களிடத்தில் பிச்சை கேட்கும் போது அவர்கள் வழக்கத்துக்கு மாறாக ஒரு விஷயத்தை செய்கிறார்கள். அவர்கள் சொல்கிறார்கள், பொன்னோ வெள்ளியோ என்னிடத்தில் இல்லை, என்னிடத்தில் உள்ளதை தருகிறேன், நசரேயனாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே நீ எழுந்து நட என்று சொல்கிறார். ഇന്ന് ഇതുപോലെയുള്ള ദൈവപ്രവർത്തികൾ മൂന്നാർ പട്ടണം അതിന് സാക്ഷ്യം വഹിക്കുന്ന സമയത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. இந்த நாட்களிலும் இதுபோல் மூணார் பட்டணம் இப்படிப்பட்ட அற்புதங்களுக்கு சாட்சி கொடுக்கிறதான ஒரு காலத்துக்கு நம்ம வந்திருக்கிறோம். ഒന്ന് തുടക്കത്തിലെ പറയാം, ആർക്കും എതിർത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും കരത്താൽ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. ആമേൻ. துவக்கத்திலே ஒரு விஷயத்தை சொல்கிறேன், ஒரு நபருக்கும் மறுத்து சொல்ல முடியாததான அற்புதங்கள் நம்ம ஒவ்வொருவருடையும் கரத்தினால் கர்த்தர் செய்ய போகிறார். ഈ ഒരു പ്രശ്നം കഴിഞ്ഞപ്പോൾ ആളുകൾ ഇവനെ വിസ്തരിക്കുവാനായിട്ട് തുടങ്ങി. ஆமென். இந்த ஒரு பிரச்சனை முடிந்த உடனே ஆட்கள் எல்லாம் இவர்களை விசாரணை செய்ய ஆரம்பிக்கிறார்கள். ഹല്ലേലൂയ. പക്ഷേ അവിടെ പത്രോസ് പറയും, ഈ ബലഹീന മനുഷ്യന് ഉണ്ടായ ഉപകാരം നിമിത്തം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, പ്രമാണികളും മൂപ്പന്മാരും എല്ലാവരും നിൽക്കുമ്പോൾ അവൻ വിളിച്ചു പറയാ, ബലഹീന മനുഷ്യന് ഉണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തിനാൽ സൗഖ്യമെന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരെന്നും ഉയർപ്പിച്ചവനുമായ നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു.
அமேன் அல்லேலூயா. அப்போ 4வது அதிகாரத்துடைய 9, 10 வசனங்களை நம்ம விதமாக பார்க்கிறோம். பிணியாளியாயிருந்த இந்த மனுஷனுக்கு செய்யப்பட்ட உபகாரத்தை குறித்து எதினாலே அமேன் இவன் ஆரோக்கியமானான் என்று நீங்கள் இன்று எங்களை விசாரித்து கேட்டால், உங்களால் சிலுவையில் அறையப்பட்டவரும் தேவனும் மருத்துவரிடத்தில் இருந்து எழுப்பப்பட்டவருமாய் இருக்கிற நசரேயன் ஆகிய இயேசு கிறிஸ்துவின் நாமத்தினாலேயே இவன் உங்களுக்கு முன்பாக சொஸ்தமாய் இருக்கிறான் என்று உங்கள் எல்லோருக்கும் இஸ்ரவேல் ஜனங்கள் எல்லாருக்கும் தெரிய கடவுது என்று சொல்கிறார். നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചവനുമായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവൻ സൗഖ്യമുള്ളവനായി. ஆமென். அப்ப இவர்கள் சொல்கிறார்கள், ஆமென், உங்களால் சிலுவையில் அறையப்பட்டவரும் ஆமென் தேவனால் மருத்துவரிலிருந்து எழுப்பப்பட்டவருமாய் இருக்கிற நசரேயனாகிய இயேசு கிறிஸ்து என்பவருடைய நாமத்தினாலே இந்த மனுஷன் சொஸ்தமானான் என்று. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ ഇത് വിശ്വസിക്കുന്നു? യേശുവിന്റെ നാമത്തിന് ഒരു ശക്തിയുണ്ടെന്ന്. ஆமென். இந்த பிற்பகல் எத்தனை பேர் இதை விசுவாசிக்கிறீர்கள்? இயேசு கிறிஸ்துவினுடைய நாமத்திற்கு ஒரு வல்லமை உண்டு என்று சொல்லி. അമ്മയുടെ ഉദരം മുതൽ പ്രശ്നമുള്ളതാണെങ്കിലും, ഒരിക്കലും സൗഖ്യമാകാത്ത വിഷയമാണെങ്കിലും, ഒരിക്കലും വിടുതലാകാത്ത വിഷയമാണെങ്കിലും, ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി പറഞ്ഞേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വിഷയത്തിനകത്തൊരു വിടുതലുണ്ടെന്ന്. அமேன். தாயினுடைய வயிற்றில் இருந்து அமேன் அது முதற்கொண்டு இருக்கிற பிரச்சனையாக இருந்தாலும் சரி, இந்த நாளில் எத்தனை பேர் விதமாக சொல்ல வாஞ்சிக்கிறீங்க, இயேசு கிறிஸ்துவினுடைய நாமத்தினால் இந்த விஷயத்துக்கு ஒரு விடுதலை இருக்கிறது. ഇന്ന് പകൽ ഞങ്ങൾ വെറുതെ പ്രസംഗിക്കുകയല്ല, ഇത് പറയുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ അനുഭവിക്കുവാൻ തുടങ്ങും. ஆமென். இந்த பிற்பகல் நாங்கள் இது வெறுமையாக சொல்லவில்லை, நீங்கள் இது அறிக்கை பண்ணும்போதே இயேசு கிறிஸ்துவினுடைய வல்லமையுள்ள நாமத்தினுடைய வல்லமையை நீங்கள் அனுபவிக்க ஆரம்பிப்பீங்க. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ യേശു പത്രോസിനോട് പറഞ്ഞു, സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ஆமென். இயேசு பேதுருவை பார்த்து சொல்கிறார், பரலோக ராஜ்யத்தினுடைய திறவுகோல் நான் உனக்கு தருகிறேன். ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കരത്തിൽ തരികയാണ്. பரலோக ராஜ்யத்தினுடைய திறவுகோல் நான் உனக்கு தருகிறேன். സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് അതൊരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതല്ല, അതൊരു ഇരുമ്പ് കൊണ്ടോ പൊന്നു കൊണ്ടോ ഉണ്ടാക്കിയതല്ല. ആ താക്കോൽ ഒരു വ്യക്തിയാ. ആ വ്യക്തിയുടെ പേരത്രേ നസ്രയനായ യേശു. ஆமென். பரலோக ராஜ்யத்தினுடைய திறவுகோல் என்று சொல்வது இந்த உலகத்தினுடைய ஏதாவது பொன்னோ வெள்ளியோ மெட்டீரியல்னால செய்யப்பட்டதல்ல. ஆமென். அது ஒரு நபர், அவர் பேர்தான் கர்த்தராகிய இயேசுவானவர். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് പറഞ്ഞ യേശു കർത്താവ് ദാവീദിന്റെ ദാവീദ് ഗോത്രത്തിന്റെ താക്കോലുള്ളവൻ. ആമേൻ. സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ വഹിക്കുന്നവനത്രേ. ஆமென். அதனால தான் வசனம் விதமாக சொல்கிறது, அவர் தாவீதினுடைய திறவுகோலை உடையவர், பரலோக ராஜ்யத்தினுடைய திறவுகோலை உடையவராய் இருக்கிறார். ഓ, ഇന്ന് പകൽ ക്രൈസ്റ്റ് ജനറേഷന്റെ മേൽ ആമേൻ സ്വർഗ്ഗത്തിന്റെ താക്കോൽ, ഏത് പൂട്ടും തുറക്കാൻ പറ്റുന്ന, അടയപ്പെട്ട ആർക്കും തുറക്കാൻ പറ്റാത്ത വാതിലുകളെ തുറക്കാൻ കഴിയുന്ന, സ്വർഗ്ഗത്തെ തുറക്കാൻ കഴിയുന്ന ഒരു താക്കോലിനെ ഇന്ന് പകൽ കൈമാറുകയാ. ஓ, இந்த பிற்பகல் கிரைஸ்ட் ஜெனரேஷன் மீது ஆமென் ஒருவருக்கும் ஆமென் ஹல்லேலூயா திறக்க முடியாதான சிலதை திறக்கக்கூடியதான ஒரு பரலோக ராஜ்யத்தினுடைய திறவுகோல் சில நபர்களுடைய மீது பரலோகம் கைமாறுகிறது. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞേ, മനുഷ്യർക്ക് അസാധ്യമാ, എന്നാൽ എന്റെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് സകലതും സാധ്യമാണെന്ന് ഡിക്ലെയർ ചെയ്തു തുടങ്ങിയാട്ടെ. பிற்பகல் சொல்லுங்க, மனுஷர்களுக்கு அசாத்தியம், ஆனால் என்னுடைய பரலோக தேவனுக்கு எல்லாம் சாத்தியம். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പത്രോസ് വീണ്ടും പറയും, ഈ ബലഹീന മനുഷ്യന് ഒരു ഉപകാരം ഉണ്ടായതുകൊണ്ടാണോ ഞങ്ങളെ വിസ്തരിക്കുന്നത്? ஆமென். பேதுரு மறுபடியும் கேட்கிறான், இப்படி பிணியாளியாய் இருந்த ஒரு மனுஷன் சொஸ்தமானான் என்பதினாலேயா நீங்கள் எங்களை விசாரிக்கிறீங்க? ഹല്ലേലൂയ. ஹல்லேலூயா. ഇവൻ സൗഖ്യമായത് ഒരു മാനുഷിക ശക്തി കൊണ്ടല്ല. ஆமென். இந்த மனுஷன் சொஸ்தமானது ஒரு மானுഷികமான വല്ലമയിനാലേ അല്ല. ആമേൻ. നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവനുമായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലത്രേ. ஆமென். உங்களால் சிலுவையில் அறையப்பட்டவரும் ஆனால் பிதாவாகிய தேவன் மருத்துவரிடத்தில் இருந்து உயிரோட எழும்ப பண்ணினவருமாகிய நஸ்ரேயனாகிய இயேசு கிறிஸ்துவினுடைய நாமத்தினாலேயே இந்த விடுதலை உண்டாயிற்று. ഓ, ഇന്ന് തുടക്കത്തിൽ തന്നെ ആ നാമത്തെ ഒന്നും കൂടെ ഒന്ന് ഉയർത്തി തുടങ്ങിയാട്ടെ. ஆமென். ஆமென். துவக்கத்திலேயே அந்த நாமத்தை ஒரு விசை கூட ஆமென் உயர்த்த ஆரம்பிங்க. ഓ, ഒരിക്കൽ കൂടി യേശുവേ എന്ന് തുടക്കത്തിൽ വിളിച്ചു തുടങ്ങിയാട്ടെ. ஓ, துவக்கத்திலேயே இயேசுவே.
ആമേൻ. നിങ്ങൾ വിളിക്കുമ്പോൾ, ആ നാമത്തെ വിളിക്കുമ്പോൾ എല്ലാ മുഴങ്കാലും ആ നാമത്തിന് മുമ്പിൽ മടങ്ങുവാൻ ஓ തുടങ്ങും. நீங்க இயேசுவே என்று அழைக்கும் பொழுதே எல்லா முழங்கால்களும் அந்த நாமத்துக்கு முன்பதாக அமேன் மடங்கும். ഹല്ലേലൂയ. Hallelujah. ഇന്ന് ഒരുമിച്ച് യേശുവേ എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ அமேன். இன்றைக்கு ஒருமித்து நாம் இயேசுவே என்று அறிக்கை பண்ணும்போது ദേശത്തിലുള്ള സകല അന്ധകാര ശക്തികളും ആമേൻ. ആ നാമത്തിന്റെ മുമ്പിൽ മുട്ടുകാൽ മടക്കുവാൻ തുടങ്ങും. அமேன். தேசத்தில் இருக்கிற சகல அந்தகார வல்லமைகளும் இயேசு என்ற நாமத்துக்கு முன்பதாக വീണ്ടും പരിശുദ്ധാത്മാവിൽ ഞാൻ കേൾക്കുന്ന ആ നാമത്തിന്റെ ശക്തി ഇതിനകത്തിരിക്കുന്ന അനേകർ അനുഭവിക്കാൻ പോകുക. ஓ மறுபடியும் நான் ஆவியிலே கேட்கிறேன். அமேன். இயேசு என்ற நாமத்தினுடைய வல்லமை இங்க இருக்கிற அநேக நபர்கள் அனுபவிக்க ആ போகிறார்கள். യേശു ക്രിസ്തു എന്ന നാമത്തിന്റെ ശക്തി ഇതിനകത്ത് നിൽക്കുന്ന ഞങ്ങളെ കേൾക്കുന്ന പലരും ഇന്ന് പകല തന്നെ അനുഭവിക്കാൻ പോകുക. அமேன். இயேசு கிறிஸ்து என்ற நாமத்தினுடைய வல்லமை எங்களை கேட்கிற இதுக்குள் இருக்கிற அநேக நபர்கள் அனுபவிக்க போகிறீங்க. ഹല്ലേലൂയ. ஹalleluya. ഹല്ലേലൂയ. ஹalleluya. ആമേൻ. ആമേൻ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഏൽപ്പിച്ചു തുടങ്ങിയാട്ടെ. அமேன். கர்த்தருடைய கரத்தில் ஒரு விசை கூட அமேன் நீங்க உங்களையே റാൽഹാസിക്കെറ്റേരിയ. റേമാശക്കെറ്റേരിയ. ആമേൻ. എബ്രായ ലേഖനത്തിനകത്ത് വരുമ്പോൾ എബ്രയർക്ക് എഴുതിയ നിരൂപത്തിൽ വരുമ്പോൾ അതിന്റെ 13-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യം കാണാൻ കഴിയും. அதனுடைய 13வது அதிகாரத்தில் இவ்விதமான ஒரு வசனத்தை நாம் 8-ാമത്തെ பார்க்கிறோம். വാക്യം ഇങ്ങനെ പറയുന്നു. 13வது அதிகாரத்தினுடைய 8வது வசனம் இவ்விதமாக சொல்கிறது. ആമേൻ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവൻ തന്നെ. அமேன். இயேசு கிறிஸ்து அவர் அமேன் நேற்றும் இன்றும் என்றென்றைக்கும் அவர் மாறாதவர். ഓ വിവിധം അന്യമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. அமேன். பலவிதமான அந்நிய போதனைகளால் அமேன் அலைப்புண்டு அமேன் திரியாதிருங்கள். ഓ ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, അമേൻ ഭോജന പദാർത്ഥങ്ങളിനാലേ അല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. അമേൻ கிருபையினாலே இருதயம் ஸ்திரப்படுத்துகிறது நல்லது. 8-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. 8வது வசனம் சொல்லுங்க. യേശു ക്രിസ്തു இயேசு கிறிஸ்து ഇന്നലെയും நேற்றும் ഇന്നും இன்றும் എന്നേക്കും என்றும் അനന്യൻ തന്നെ. மாறாதவராய் இருக்கிறார். ഹല്ലേലൂയ. ஆமென். ആമേൻ. അതുകൊണ്ട് ஆதலால் ആ ക്രിസ്തുവിന്റെ കൃപയാൽ തന്നെ அந்த கிறிஸ்துவினுடைய கிருபையினாலே ഓ നിങ്ങളുടെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. ஓ இருதயம் ஸ்திரப்படுத்துகிறது நல்லது. ആമേൻ. പലരും വിവിധവും അന്യമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. பலவிதமான அந்நிய போதனைகளால் அலைப்புண்டு அமைத்திரியாதிருங்க. എന്നുവെച്ചാൽ ക്രിസ്തുവിന്റെ ഉപദേശമല്ലാതെ, அப்படின்னு சொன்னால் கிறிஸ்துவினுடைய போதனை அல்லாமல், യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അടിസ്ഥാനമല്ലാതെ இயேசு கிறிஸ்துவை பற்றும் அடிஸ்தானம் அல்லாமல் നിങ്ങളുടെ ആത്മീയ ജീവിതം മറ്റൊരു അടിസ്ഥാനത്തിൽ പണിയപ്പെടാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കരുത്. ஆமென். உங்கள் ஆவிக்குரிய வாழ்க்கை வேறொரு அடிப்படையின் மேல் கட்டி எழுப்ப நீங்க விட்டுவிடக் கூடாது. ആമേൻ. ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ഏകാഗ്രതയിൽ നിന്ന് ஆமென். கிறிஸ்துவை பற்றும் உங்களுடைய அந்த கவனத்தை விட்டு ഓ മറ്റൊന്നിലേക്ക് നിങ്ങളുടെ ഹൃദയം മാറിപ്പോകരുത്. ஆமென் வேற ஒன்றுக்கும் நேராக உங்களுடைய இதயம் திரும்ப கூடாது. എല്ലാത്തിലും എല്ലാമായിരിക്കുന്ന ക്രിസ്തുവിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരു ജനറേഷനായി നിങ്ങൾ മാറുക. எல்லாவற்றுக்கும் எல்லாமா இருக்கிற கிறிஸ்துவையே கவனிக்கிற ஒரு தலைமுறையாக நீங்க ഹല്ലേലൂയ. ஹalleluya. ആമേൻ. പത്രോസിന്റെ കരത്തിൽ ആദ്യത്തെ സൗഖ്യം എന്ന് വെച്ചാൽ ആത്മാവ് നിറഞ്ഞ ആദ്യത്തെ സൗഖ്യത്തിൽ പറഞ്ഞു, ഇത് മറ്റൊരു വ്യക്തിയാൽ സംഭവിച്ചതല്ല, ഇതൊരു മറ്റൊരു ശക്തിയാൽ സംഭവിച്ചതല്ല, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഇത് സംഭവിച്ചത്. ஆமென். பேதுருடைய கரத்தால் உள்ள முதல் அற்புதம் நடக்கும் பொழுதே பேதுரு அந்த இடத்தில் அறிக்கை பண்ணுகிறான், இது வேறொரு நாமத்தினாலே அல்ல, வேறொரு நபராலே ஒன்றுமே அல்ல. ஆமென். நீங்கள் சிலுவையிலே ஆமென் அடுத்தவரும் ஆனால் பிதாவாகிய தேவன் உயிரோடு எழுப்புகிறோம் ஆகிய യേശു ക്രിസ്തുവിന്റെ നാമത്തിനാലേ இந்த സുഖം വന്നത് എന്ന് சொல்லி. എന്നാൽ ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയാ, ആ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും ഒരിക്കലും മാറാത്ത ദൈവമത്രേ. ஆனால் இப்பொழுது எபிரேய நிருபம் வழியாக ஆமென் வார்த்தை ஆவியானவர் சொல்கிறார், அந்த இயேசுவானவர் நேற்றும் இன்றும் என்றென்றைக்கும் அவர் மாறாதவராய் இருக்கிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അന്ന് അത്ഭുതം സംഭവിച്ചെങ്കിൽ, അന്ന് വിടുതൽ സംഭവിച്ചെങ്കിൽ, ഓ ഇന്നു പകലും ആ നാമത്തെ വിശ്വസ്തയോടെ ആരുപയോഗിക്കുന്നുവോ, ആ നാമത്തെ വിശ്വാസത്തോടെ ആരുപയോഗിക്കുന്നുവോ, ആ നാമത്തെ ആര് വിളിക്കുന്നുവോ, അവരുടെ ജീവിതത്തിൽ ഇന്നു മുതൽ അത്ഭുതങ്ങൾ കാണുവാൻ തുടങ്ങും. அப்படி என்று சொன்னால் விசுவாசத்தோடு ஆமென் யார் இந்த நாமத்தை உபயோகப்படுத்துகிறீர்களோ, வல்லமையோடு கூட யார் இந்த நாமத்தை பயன்படுத்துகிறீர்களோ, அவர்களுடைய வாழ்க்கையில இதுவரை കണ്ടിടാത്തதான അത്ഭുതങ്ങളും മാറ്റങ്ങളും നിശ്ചയமாக കാൺവീர்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഡിക്ലെയർ ചെയ്തു തുടങ്ങി.
നീങ്ങിയാട്ടെ. എന്റെ ലൈഫിൽ യേശു ക്രിസ്തു എന്ന താക്കോൽ ലഭിച്ചിരിക്കുന്നത് കൊണ്ട്, സ്വർഗത്തെ തുറക്കുന്ന ഒരു താക്കോൽ ലഭിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇനി അത്ഭുതങ്ങൾ കാണാൻ പോകുകയാണ്. ஆமென். சொல்லுங்க, உங்களுடைய வாயினால அறிக்கை பண்ணுங்க. என்னுடைய வாழ்க்கையிலே பரலோகத்தை திறக்கக்கூடியதான ஆமென் ஒரு திறவுகோல் கிடைத்திருப்பதனால, இயேசுவினுடைய நாமம் கிடைத்திருப்பதனால நான் இனி அற்புதங்களை காண போகிறேன். ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്തിൽ എത്ര വാതിൽ എന്റെ മുമ്പിൽ അടഞ്ഞാലും എന്റെ കരത്തിൽ ഒരു താക്കോലുണ്ട്. ആർക്കും തുറക്കാൻ പറ്റാത്തത് ഒന്നിനെ തുറക്കാൻ കഴിയുന്ന ഒരു മഹത്വത്തിന്റെ താക്കോൽ എന്റെ കരത്തിലുണ്ടെന്ന് ഉറപ്പുള്ളവരൊന്ന് ഡിക്ലെയർ ചെയ്താട്ടെ. ஆமென். இந்த உலகத்தினுடைய என்னெல்லாம் வாசல்கள் எனக்கு முன்பதாக அடைந்திருந்தாலும் சரி, ஆமென், யாருக்கும் அடைக்க முடியாததான ஆமென் ஒரு திறவுகோல் என்னுடைய கரத்தில் இருக்கிறது என்று சொல்கிறவர்கள் மட்டும் ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അതിനെ ഉപയോഗിക്കുന്ന, അതിനെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ജനറേഷൻ ഇതിനകത്ത് എഴുന്നേൽക്കാൻ പോകുകയാണ്. ஆமென். இன்றைக்கு அதை பயன்படுத்துகிற, உபயோகப்படுத்துகிற ஒரு தலைமுறை இதுக்குள்ள எழும்ப போகிறேன். ഹല്ലേലൂയ, ஆமென். ആമേൻ. സ്വർഗ്ഗത്തിന്റെ സ്റ്റാൻഡേർഡിൽ നടക്കുന്ന ഒരു ജനറേഷൻ ഇതിനകത്ത് എഴുന്നേൽക്കാൻ പോകുകയാണ്. பரலோகத்தினுடைய தகுதியில் நடக்கக்கூடியதான ஒரு தலைமுறை இதுக்குள்ள எழும்ப போகிறது. ആമേൻ. യേശു 3 ദിവസം തന്റെ മുമ്പിൽ വന്ന ജനങ്ങളോട് വചനത്തെ സംസാരിച്ചു കൊണ്ടിരിക്കുക. இயேசுவானவர் 3 நாட்களாக தனக்கு முன்பதாக வந்த ஜனங்களிடத்திலே வசனம் பேசிக்கொண்டிருக்கிறார். 3 ദിവസം യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ജനങ്ങൾ ഭക്ഷണം കഴിക്കാതെ കർത്താവിന്റെ വേർഡിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുക. ஆமென். 3 நாட்களாக இயேசு கிறிஸ்துவுக்கு முன்பதாக இருக்கிற ஜனங்கள் எந்த போஜனமும் இல்லாமல் அவருடைய வார்த்தையை கேட்டுக்கொண்டே இருக்கிறார்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളിവിടെ 3 മിനിറ്റ് കഴിയുമ്പോൾ ഉറങ്ങാൻ തുടങ്ങും. நம்ம இங்க 3 நிமிஷத்துக்கு அப்புறமா தூங்க ஆரம்பிப்போம். നമുക്ക് വിശക്കുവാൻ തുടങ്ങും. നമുക്ക് പസിക്ക ആരംഭിക്കും. പക്ഷേ വേർഡ്, യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ വേർഡ് 3 ദിവസമായി ഇവർ റെസ്റ്റ് ഇല്ലാതെ കർത്താവ് സംസാരിക്കുന്നു. ആ വേർഡ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ஆமென். ஆனால் இயேசுவுக்கு முன்பதாக இருக்கிற ஜனங்கள் 3 நாட்களாக எந்த சோர்வும் இல்லாமல் அவர் பேசுகிறதான வார்த்தையை கேட்டுக்கொண்டே இருக்கிறார்கள். 3ാമത്തെ ദിവസമായപ്പോൾ, 3வது நாளான போது ഇവരുടെ ഭവനത്തിലേക്ക് പറഞ്ഞു വിടേണ്ട സമയമായി. ஆமென். இவர்களை இவர்களுடைய வீட்டுக்கு திருப்பி அனுப்ப வேண்டிய நேரம் வந்தது. ഉടനെ കർത്താവ് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കാൻ നിങ്ങൾ എന്താ കൊടുക്കാൻ പോകുന്നത്? ஆமென். அப்போது இயேசு கர்த்தர் கேட்கிறார், இவர்களுக்கு ஆமென் போஜனம் பண்ணும்படியாக நீங்க என்ன கொடுக்க பிளான் பண்றீங்க? ഇവർ ഇത്രയും ദിവസം 3 ദിവസമായി ഇവർ വിശന്നിരിക്കുക. 3 நாட்களாக இவர்கள் பசியோடு இருக்கிறார்கள். ആമേൻ. ശിഷ്യന്മാർ പല സ്ഥലത്ത് നോക്കിയിട്ടും അവർക്ക് ഇത്രയും ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു നന്മയും അവർ കണ്ടില്ല. ஆமென். சீஷர்கள் சுற்றுவட்டாரத்தில் எங்கேயும் பார்த்தும் இவ்வளவு ஜனங்களை திருப்திப்படுத்தக்கூடியதான எந்த நன்மையும் அவர்களால காண முடியவில்லை. പക്ഷെ എന്തെങ്കിലും പറയണ്ടേ എന്ന് ഓർത്ത് അവർ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു ബാലൻ ഇതിനകത്തുണ്ട്. ஆமென். ஆனால் ஏதாவது ஒரு பதில் சொல்லணுமே அப்படின்னு சொல்லிட்டு அவர்கள் வந்து இயேசுவிடத்தில் சொல்கிறாங்க, இந்த இடத்துல ஒரு சிறுவன் இருக்கிறான். അവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. அவன் கையில 5 அப்பங்களும் 2 மீனும் இருக்கிறது. 5000-ഓളം പുരുഷന്മാർ ഇരിക്കുന്നതിന്റെ മധ്യത്തിലാണ് ഇവർ വന്ന് പറയുന്നത്, 5 അപ്പവും 2 മീനും പിടിച്ചുകൊണ്ട് ഒരു ബാലൻ ഇതിനകത്ത് ഇരിപ്പുണ്ട്. அப்போ 5000க்கும் மேற்பட்ட புருஷர்கள் மட்டும் இருக்கிறதான ஒரு சூழ்நிலையில தான் இந்த சீஷர்கள் வந்து இவ்விதமாக சொல்கிறார்கள், 5 அப்பம் 2 மீனோட ஒரு சிறுவன் இருக்கிறார். ആവശ്യം, വലിയ ആവശ്യം മുമ്പിൽ കിടക്കുമ്പോൾ, பெரிய தேவை முன்பதாக இருக்கும் பொழுது 5000 പേരെ പോഷിപ്പിക്കണമെങ്കിൽ, 5000 പുരുഷന്മാർ എന്ന് മാത്രം പറയുന്നത്, അത്രയും പേരെ പോഷിപ്പിക്കണമെങ്കിൽ ഏകദേശം 5000 അപ്പമെങ്കിലും വേണം. ஆமென். அப்போ 5000 புருஷர்கள் என்று வசனம் சொல்கிறது. அப்போ அவ்வளோ ஜனங்களுக்கு திருப்திப்படுத்த வேண்டும் என்று சொன்னால் கொஞ்சம் ஏறக்குறைய கம்மியாக 5000 அப்பவாது வேணும். എന്നുവെച്ചാൽ ഒരാൾക്ക് ഒരെണ്ണമെങ്കിലും വെച്ച് കൊടുക്കണമെങ്കിൽ, ഒരു അപ്പമെങ്കിലും വെച്ച് കൊടുക്കണമെങ്കിൽ 5000 അപ്പം അവിടെ ആവശ്യമാണ്. புருஷர்களுக்கு மட்டும் ஒரு ஆளுக்கு ஒன்னு சொன்னாவே 5000 அப்பம் தேவை. ആ സമയത്താണ് ഇവർ വന്ന് പറയുന്നത്, ഇവിടെ ഒരു 5 അപ്പം ഇരിപ്പുണ്ട്. அந்த நேரத்துல இவங்க சொல்றாங்க, ஒரு 5 அப்பம் இங்க இருக்குது. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ നമ്മുടെ സാഹചര്യങ്ങളും இதுபோலதான் நம்முடைய சூழ்நிலைகளும், ആവശ്യങ്ങൾ വലുതായിരിക്കും, தேவைகள் பெரியதாக இருக்கலாம். ആമേൻ. പക്ഷേ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ കരത്തിലുള്ള പ്രൊവിഷൻ അല്പമേ കാണത്തുള്ളൂ. ஆனால் நமக்கு வருகிறதான அந்த நன்மை அது கொஞ்சமா தான் இருக்கும். നമ്മുടെ കരത്തിൽ ഉള്ള നന്മ എന്ന് പറയുന്നത് അല്പമേ കാണത്തുള്ളൂ. நம் கரத்தில் இருக்கிற நன்மை என்று சொல்வது அது மிக கம்மியா கொஞ்சமா இருக்கு. ഹല്ലേലൂയ. ஹல்லேலூயா. അവർ എന്തെങ്കിലും പറയണമല്ലോ എന്ന് ഓർത്തായിരിക്കും യേശുവിനോട് പറഞ്ഞത്. அவங்க ஏதாவது பதில் சொல்ல வேண்டுமே என்று நினைத்துதான் இயேசுவினிடத்தில் இப்படி சொல்கிறார்கள். അവരുടെ കയ്യിൽ അല്പം പണമുണ്ട്. அவங்க கையில கொஞ்சம் பணம் இருக்குது. അവർ ആദ്യം പറഞ്ഞത്, ഈ അല്പം പണം ഇത്രയും പേരെ തൃപ്തിപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. அப்ப முதலாவது அவங்க சொன்னாங்க, இந்த கொஞ்சம் பணம் இத்தனை ஜனங்களை திருப்திப்படுத்த முடிவதில்லை. ആമേൻ. ഇത്രയും പേർക്ക് വേണ്ടി ആ പണം അവർക്ക് സ്പെൻഡ് ചെയ്യാനും ചിലപ്പോൾ മനസ്സ് കാണത്തില്ല. ഇത്രയും പേരെ തൃപ്തിപ്പെടുത്താൻ
ആ പണം കൊണ്ട് സാധിക്കത്തില്ല. அப்போ அந்த கொஞ்சம் பணத்தை அவர்களுக்காக செலவிட மனது இருக்காது. அதுபோல அந்த கொஞ்சம் பணத்தினால எல்லா நபர்களையும் திருப்திப்படுத்தவும் முடியாது. ഹല്ലേലൂയ. ஹல்லேலூயா. ആമേൻ. എന്നാൽ കർത്താവ് പറഞ്ഞു അഞ്ചപ്പമുള്ളത് അത് നിങ്ങൾ ഇങ്ങ് എടുത്തോണ്ട് വാ. ஆனால் கர்த்தர் சொல்கிறார் அந்த 5 அப்பம் அது என் பக்கத்தில் கொண்டு வா. കാരണം നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള സാഹചര്യങ്ങൾ എപ്പോഴും നോക്കും. நம்ம எப்பவுமே பார்ப்பது இம்மைக்குரியதான சூழ்நிலைகள். പക്ഷേ യേശു ഈ ഭൂമിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും യേശു ഭൂമിയിൽ നിന്നുള്ളവനല്ല, സ്വർഗ്ഗത്തിൽ നിന്നുള്ളവനത്രേ. ஆமென். இயேசு இந்த பூமியிலே தான் சஞ்சரித்தார் என்றாலும் அவர் இம்மைக்குரியவர் அல்ல, அவர் பரலோகத்துக்குரியவர். ഹല്ലേലൂയ. യേശുവിന്റെ പ്രവൃത്തി ഈ ഭൂമിക്കൊത്തവണ്ണമുള്ളതല്ല, ഈ ഭൂമിയിലെ നിയമത്തിനൊത്തവണ്ണമല്ല, സ്വർഗത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണമാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. ஆமென். இயேசு கிறிஸ்துவினுடைய ஒவ்வொரு கிரியைகளும் அது இந்த பூமியினுடைய நியமங்களுக்கு ஏற்றபடியாக அல்ல, பரலோகத்தினுடைய திட்டங்களுக்கு அவருடைய பரலோகத்துடைய மகிமைக்கு ஏற்றபடியாக இருக்கிறது. ക്രൈസ്റ്റ് ജനറേഷൻ നിങ്ങൾക്കൊരു ഭയങ്കര ഷിഫ്റ്റിംഗ് ഇന്ന് പകൽ സംഭവിക്കാൻ പോകുകയാണ്. ஆமென். கிரைஸ்ட் ஜெனரேஷன் இந்த பிற்பகல் ஒரு ஷிஃப்டிங், ஒரு உயர்வுமுள்ள வாழ்க்கையில் நடக்க போகிறது. അതിനെ വിശ്വസിച്ച് സ്വീകരിക്കാൻ കഴിയുന്നവർ അതിനെ സ്വീകരിച്ചോ. ஆமென். இன்றைக்கு விசுவாசித்து அதை பெற்றுக்கொள்ள முடிகிறவர்கள் அதை பெற்றுக்கொள்ளுங்க. ഈ ലോകത്തിന്റെ നിയമത്തിനൊത്തവണ്ണമല്ലാതെ സ്വർഗത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുവിന്റെ തലമുറകൾ ഇന്ന് പകൽ തൊട്ട് നടക്കാൻ പോകുകയാണ്. ஆமென். இந்த உலகத்தினுடைய நியமங்களுக்கு ஏற்றபடியாக அல்ல, பரலோகத்தினுடைய தகுதிக்கு ஏற்றபடியாக கிறிஸ்துவினுடைய தலைமுறைகள் நடக்க போகிறது. ഹല്ലേലൂയ. ஹல்லேலூயா. ആമേൻ. ഈ ലോകത്തിന്റെ സാഹചര്യങ്ങൾ നോക്കിയാൽ നമുക്ക് ഒന്നും നടക്കത്തില്ല, എല്ലാം അസാധ്യമായിരിക്കും. ஆமென். இந்த உலகத்தினுடைய சூழ்நிலையை பார்த்தா ஒன்றுமே நடப்பதில்லை, எல்லாமே அசாத்தியமாக இருக்கலாம். ഈ ലോകത്തിന്റെ സിറ്റുവേഷൻ നോക്കിയാൽ സകലതും അസാധ്യമായിരിക്കും. இந்த உலகத்தினுடைய சிச்சுவேஷன் பார்த்தால் ஆமென் எல்லாமே அசாத்தியமாக இருக்கும். എന്നാൽ സ്വർഗത്തിലെ മഹത്വത്തിലേക്ക് നോക്കിയാൽ അസാധ്യമായിട്ട് ഒന്നും ആമേൻ വിശ്വസിക്കുന്നവർക്ക് കാണത്തില്ല. ஆனால் பரலோகத்தினுடைய மகிமைக்கு நேராக பார்க்கும் பொழுது விசுவாசிக்கிற உங்களுக்கு ஒன்றுமே அசாத்தியமாய் ഇന്ന് இருப்பதில்லை. പകൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, വിശ്വസിക്കുന്നവർക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല ദൈവമക്കളെ. இந்த பிற்பகல் நாங்க அறிக்கை பண்ணுகிறோம், விசுவாசிக்கிற உங்களுக்கு அசாத்தியமாக ஒன்றுமே നിങ്ങൾ തന്നെ இல்லை. ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, വിശ്വസിക്കുന്നവർക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. கரங்களை உயர்த்தி சொல்லுங்க, விசுவாசிக்கிற எனக்கு அசாத்தியமாக ஒன்றுமே இல்லை. நம்முடைய ஞாயிற்றுக்கிழமை ஆராதனை காலை 10 மணி அளவில் கில்கால் ஹால், போஸ்ட் ஆபீஸ் எதிரி, மூனார். நம்முடைய ஜூம் மீட்டிங் எல்லா ஞாயிற்றுக்கிழமைகளிலும் காலை 7:30 மணி அளவிலும் எல்லா வெள்ளிக்கிழமைகளிலும் மாலை 6:30 மணி அளவிலும் நடைபெறும். கர்த்தர் செய்த அற்புத சாட்சிகளும் ஆசீர்வதிக்கப்பட்ட வார்த்தைகளும் உங்களுக்கு கிடைக்க கிரைஸ்ட் ஜெனரேஷன் மினிஸ்ட்ரீஸ் என்ற எங்களுடைய யூடியூப் சேனல் சப்ஸ்கிரைப் செய்யவும். வாட்ஸ்அப் மூலியமாக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. ஜெப உதவிக்காக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. பிரதர் டோனி பிரான்சிஸ், சிஸ்டர் ஜினு டோனி இவர்களுடைய அப்கமிங் மீட்டிங்ஸ் இவைகளை குறித்து அறியவும் மீட்டிங்ஸ் நடத்துவதற்கும் 9447442660 என்ற எண்ணிற்கோ அல்லது 9447775093 என்ற எண்ணிற்கோ அழைக்கவும்.